നമ്മുടെ മുഖത്ത് കുറച്ചും കൂടി ഒരു നാച്ചുറൽ ഗ്ലോ തോന്നിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഒരു ഏജ് കുറഞ്ഞ മാതിരി ഫേസിൽ ഫീൽ ചെയ്യും. അപ്പൊ അങ്ങനെ ഒരു ആന്റി ഏജിങ് ഫേസ് പൗഡർ ആട്ടോ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. നമുക്ക് ഫ്ലാക്സ് സീഡ് ഇല്ലേ, ചണവിത്ത്, അത് നമുക്ക് ഏകദേശം നമുക്ക് ആവശ്യത്തിന് എടുത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. ജസ്റ്റ് നന്നായി കഴുകി ഉണക്കി നന്നായിട്ടൊന്ന് ചെറുതായിട്ട് ചൂടാക്കി ചെറിയ ചൂടിൽ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് മിക്സിങ്ങിനായിട്ട് കടലമാവാണ് ഞാൻ ഒരു ബൗൾ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏതാണ് സ്യൂട്ട്, ഓട്സോ അതുപോലെ തന്നെ സ്മൂത്ത് ആയിട്ടുള്ള പൗഡർ എടുക്കാം കേട്ടോ. കടലമാവ് എന്ന് പറയുമ്പോൾ ഭയങ്കര സ്മൂത്ത് അല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ മുൾട്ടാണി മിട്ടി എടുക്കാം. നിങ്ങൾക്ക് ഓയിലി സ്കിന്നൊക്കെ ആണെങ്കിൽ രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഈ മിക്സ് ഒരു ജാറിലാക്കി നമുക്ക് ഒരു 2-3 മാസത്തേക്ക് നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റും. പുറത്ത് തന്നെ വെക്കാം, ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട കേട്ടോ. ഇത് നമുക്കൊരു ഫേസ് വാഷ് ആയിട്ട് നമുക്ക് രാവിലെയും വൈകുന്നേരം യൂസ് ചെയ്യാം. കുറച്ച് പൗഡർ എടുക്കുക, അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളമോ നിങ്ങൾക്ക് സ്യൂട്ടാണ് ഏത് ഇൻഗ്രീഡിയന്റ് ആഡ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഫേസ് വാഷ് ചെയ്യാനും ഭയങ്കര സ്മൂത്ത് പൗഡറാണ്. നമ്മുടെ ഫേസിലെ പാടുകളും ഒക്കെ കുറയ്ക്കും. അതുപോലെ തന്നെ ഇത് നമുക്കൊരു വീക്കിലി വൺസ് നമുക്കൊരു ആന്റി ഏജിങ് ഫേസ് പാക്ക് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. കുറച്ച് എഗ് വൈറ്റും ഈ ഒരു മിക്സ് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് എഗ് വൈറ്റ് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് പകരം പഴം എടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കിതൊരു ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് 20 മിനിറ്റ്സ് വെച്ച് വാഷ് ചെയ്യാം. മുഖത്തിന്റെ നാച്ചുറൽ ഗ്ലോ നിലനിർത്താനും ഫൈൻ ലൈൻസ് റിങ്കിൾസ് ഒക്കെ മാറി എവിടെയും ഡിസ്കളറേഷൻ ഒക്കെ നന്നായിട്ട് മാറാൻ ഈ രണ്ട് ഇൻഗ്രീഡിയൻസ് നമ്മൾ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഒരു 1 മന്ത് എങ്കിലും ട്രൈ ചെയ്തിട്ട് എന്തായാലും എക്സ്പീരിയൻസ് പറയണേ. ബൈ.